നമ്മുടെ അങ്കണവാടികൾ ഹൈടെക് ആവുകയാണ്. സന്തോഷമുള്ള ഒരു കാഴ്ച കൂടി കാണാം. അത്തരത്തിലൊരു അങ്കണവാടിയിലേക്ക് നമ്മൾ പോവുകയാണ്. കോഴിക്കോട് ജില്ലയിലെ കിഴക്കോത്ത് പഞ്ചായത്തിലാണ് ഈ അങ്കണവാടി. പഞ്ചായത്ത് ഫണ്ടിന് പുറമെ സ്പോൺസർമാരെ കണ്ടെത്തിയാണ് അങ്കണവാടി ഹൈടെക് ആക്കിയത്. മാറിയ ഭക്ഷണമൊക്കെ നമ്മൾ കണ്ടല്ലോ, ബിർണാണി വേണമെന്ന് ശംഖു പറഞ്ഞപ്പോൾ. അതോടൊപ്പം തന്നെ സൗകര്യങ്ങൾ കൂടി ആയതോടെ കുരുന്നുകൾക്കാകെ ഉല്ലാസമായി. ഈ പന്ത് കാണുമ്പോൾ നമ്മൾ ഒരുപാട് വർഷം പിന്നോട്ട് പോകുന്നുണ്ട് അല്ലേ? കാരണം നമ്മളെ കുട്ടിക്കാലം, ഞങ്ങൾ അംഗനവാടി ജീവിതമൊക്കെ അത്തരമൊരു അംഗനവാടിയിലേക്കാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതാ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കിഴക്കോത്ത് പഞ്ചായത്തിലെ അംഗനവാടിയിലാണ്. ഇത് ഹൈടെക്കായി നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് 20 ലക്ഷത്തോളം രൂപയാണ് ഈ അംഗനവാടിക്ക് നിർമ്മാണ ചെലവായി വന്നിരിക്കുന്നതാണ്. അതേസമയത്ത് പഞ്ചായത്തോ അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തോ ഒക്കെ നൽകുന്ന പണത്തിന് വേണ്ടി കാത്തു നിൽക്കാതെ തന്നെ ഇവിടെ നാട്ടുകാർ തന്നെ ചേർന്ന്, അതോടൊപ്പം തന്നെ പഞ്ചായത്ത് മെമ്പറുടെ ഒക്കെ നേതൃത്വത്തിലാണ് ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. പിന്നീട് പല രീതിയിൽ പണം പിന്നീട് വരികയും ചെയ്തു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് AC ഉണ്ട്, അതോടൊപ്പം തന്നെ TV, ഡിജിറ്റൽ സംവിധാനങ്ങൾ, ഇന്റർനെറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതായി എനിക്ക് തോന്നിയിരിക്കുന്നത് ഇതിൻ്റെ ഫ്ലോറാണ്. നമുക്ക് നോക്കാം, ഈ ഫ്ലോർ നോക്കിയാൽ കാണാം. വളരെ കുട്ടികൾക്കൊക്കെ ഒരു തരത്തിലും വീണാൽ പോലും അപകടം പറ്റാത്ത രീതിയിലുള്ള ഒരു ഫ്ലോറാണിത്. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഉപകരണങ്ങളൊക്കെ ഇവിടെയുണ്ട്. എന്താ പറ്റിയേ നോക്കുന്നത്? അടിപൊളിയാണോ? അടിപൊളിയാണ്. ആണോ? അങ്ങനെ എങ്ങനെയുണ്ടത്? അതെയോ? എന്താ പേരെന്താ? എന്റെ പേര് നമ്മുടെ ഇപ്പോൾ കൂടെ പഞ്ചായത്ത് മെമ്പറുണ്ട്. വലിയൊരു പ്രതീക്ഷയാണ് അല്ലേ? തീർച്ചയായിട്ടും ഒരു ചിരകാലാഭിലാഷമാണ് പൂവണിഞ്ഞിട്ടുള്ളത്. ഒരു മെമ്പർക്കും കിട്ടാത്ത ഒരു സൗഭാഗ്യം കൂടിയാണിത്. കാരണം എന്താ വെച്ചാൽ 3 വർഷം കൊണ്ടാണ് ഇതിൻ്റെ സ്ഥലമെടുപ്പ് മുതൽ ഈ ബിൽഡിംഗ് അടക്കം എല്ലാ പ്രവൃത്തിയും പൂർത്തീകരിച്ച് പൂർണ്ണ ഹൈടെക് ആക്കിക്കൊണ്ട് ഈ ഒരു അംഗനവാടി നാടിന് സമർപ്പിക്കുന്നത്. സാധാരണ ഇതിൽ ഒരു ഭരണസമിതിയുടെ കാലത്ത് ഇത്തരത്തിലുള്ള കെട്ടിടങ്ങളോ അല്ലെങ്കിൽ ഇത്തരം സംവിധാനങ്ങളൊന്നും ഒരുക്കാറില്ല. തീർച്ചയായിട്ടും ഏതൊരു മെമ്പർക്കും കിട്ടിയാച്ച ഒന്നുക്ക് സ്ഥലമെടുക്കും, അതല്ലെങ്കിൽ ബിൽഡിംഗ് ആകും. അങ്ങനെ തുടക്കം മാത്രമേ എത്താറുള്ളൂ, പിന്നെ അടുത്ത മെമ്പർ വരണം. പക്ഷേ ഇത് AC അടക്കം എല്ലാ സൗകര്യങ്ങളും ഒരുക്കി ഈ നാടിന് സമർപ്പിച്ചിരിക്കുകയാണ്. എന്താ പറയാനുള്ളത്? ആയിക്ക് എന്താ പറയാനുള്ളത്? എല്ലാ സൗകര്യങ്ങളും കൂടി നല്ല അടിപൊളി അംഗനവാടിയാണ്. പിന്നെ കുട്ടികൾ കളിക്കാനും നല്ല സൗകര്യങ്ങളുണ്ട്. സന്തോഷത്തിലാണോ? കുട്ടികൾ സന്തോഷത്തിലാണ്. നല്ല സന്തോഷത്തിലാണ്. ഞങ്ങൾ സന്തോഷത്തിലാണ്. ടീച്ചർ നിങ്ങളോ? ഞാനും സന്തോഷത്തിലാണ്. കാരണം 19 വർഷമായി ഈ ഒരു അംഗൻവാടി ഈ ഒരു രീതിയിലേക്ക് എത്തിക്കാൻ മെമ്പർ എടുത്ത ആ ഒരു കാര്യം തന്നെയാണ്. കാരണം ഇത് കിച്ചൺ ഏരിയ ആണ്. ഇവിടെ കിടക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇവിടെ ഒരു വെയിങ് മെഷീനെ കാണാം. കാരണം കുട്ടികളെ തൂക്കമൊക്കെ നോക്കാനുള്ളതാണ്. അതോടൊപ്പം തന്നെ ഭക്ഷണം പാകം ചെയ്യുന്നതിനുള്ള ഗ്യാസ് സ്റ്റൗ ഉണ്ട്. ഈ വെള്ളമൊക്കെ ശുചീകരിക്കാൻ ആവശ്യമായ സംവിധാനങ്ങളുണ്ട്. കാരണം നമുക്കറിയാം, അമീബിക് മസ്തിഷ്ക ജ്വരമൊക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ ഭക്ഷണമൊക്കെ സൂക്ഷിക്കാനുള്ള കലവറ, ഇതിൻ്റെ അകത്ത് തന്നെ ടോയ്ലറ്റ് സംവിധാനങ്ങളുണ്ട്. കൂടാതെ തന്നെ പുറത്തും അത്തരത്തിലുള്ള ടോയ്ലറ്റ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഹൈടെക്കായി തന്നെ ഇത്തരത്തിലുള്ള അംഗനവാടികൾ മാറുന്നു. നമുക്കറിയാം, ക്ലാസ് റൂമുകളൊക്കെ നേരത്തെ തന്നെ ഹൈടെക്കായി മാറുന്നുണ്ട്. അത് കുട്ടികളുടെ പഠന നിലവാരത്തൊക്കെ വലിയ തരത്തിൽ ഉയർത്തുന്നതിനൊക്കെ സഹായകരമായിട്ടുണ്ട്. അതുകൂടാതെയാണ് ഇപ്പോൾ അംഗനവാടികൾ കൂടി ആ നിലയിലേക്ക് ഉയരുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഒക്കെ സൗകര്യങ്ങളൊക്കെ സഹായങ്ങളൊക്കെ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവർ പറയുകയും ചെയ്തത്. ജിബേഷിനൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.